everyone, welcome to SSC Malayali. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കെലറ്റൽ സിസ്റ്റം ആണ് ട്ടോ. ഓൾറെഡി നമ്മൾ കുറച്ച് ഓർഗൻ സിസ്റ്റംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്കെലറ്റൽ സിസ്റ്റം ആണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കേ? ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട. നമുക്ക് എത്ര ബോൺസ് ഉണ്ട്, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കേ? ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇതിനകത്ത് ഒന്നുമില്ല. ഓക്കേ? സോ പേടിക്കണ്ട. നമ്മൾ സ്കെലറ്റൽ സിസ്റ്റം ആണ് പഠിക്കുന്നത്. ഓക്കെ, സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നോക്കിയേ, സ്റ്റഡി ഓഫ് ബോൺസ് ആണ് എന്ത്? ഓസ്റ്റിയോളജി അല്ലെ? ഓസ്റ്റിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബോൺസ്. ഇനി ഓസ്റ്റിയോജെനസിസ് ആണെങ്കിലോ ഫോർമേഷൻ ഓഫ് ബോൺസ് അല്ലെ? ഓസ്റ്റിയോജെനസിസ് എന്താണ്? ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് ബോൺസ്. ഇനി നമുക്കറിയാം എങ്ങനെയാണ് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് അല്ലെ? It is made up of calcium and phosphorus. ഇനി heaviest അല്ലെങ്കിൽ longest അല്ലെങ്കിൽ strongest bone ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഫീമർ ആണ് നമ്മുടെ തൈസിലുള്ളത് അല്ലേ? തൈസിൽ കാണുന്ന നമ്മുടെ ഫീമർ ആണ് എന്ത്? ഹെവിയസ്റ്റ് ലോങ്സ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ബോൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി സ്മോളസ്റ്റ് നമുക്കറിയാം സ്റ്റേപ്സ് ആണ്. നമ്മുടെ ഇയറിനകത്തുള്ള സ്റ്റേപ്സ് ആണ് ഏത്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്പർ ഓഫ് ബോൺസ് അല്ലെ? ഒരു കുഞ്ഞിൽ എത്ര നമ്പർ ഓഫ് ബോൺസ് ഉണ്ട്? 270 ആണ് അല്ലെ? 270 ബോൺസ് ആണ് ഒരു കുട്ടിയുടെ കേസിൽ വരുന്നത്. ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന്റെ കേസിലോട്ടാണെങ്കിലോ 206 ബോൺസ് ആണ് അല്ലെ? എത്രയാണ് വരുന്നത്? 206 ബോൺസ് ആണ് വരുന്നത്. ഇനി നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീങ്ങിന്റെ ഈ 206 ബോൺസിനെ നമുക്ക് എങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് ആക്സിയൽ സ്കെൽട്ടൺ ആയിട്ടും അതുപോലെ തന്നെ അപ്പെൻഡിക്കുലാർ സ്കെൽട്ടൺ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കണേടാ. ആക്സിയൽ സ്കെൽട്ടൺ എന്ന് പറഞ്ഞാൽ 80 ബോൺസ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ, ആക്സിയലിൽ എത്രയുള്ളത്? 80 ബോൺസ് ആണുള്ളത്. എപ്പെൻഡിക്കുലാറിലാണെങ്കിൽ 126 ബോൺസ് ആണുള്ളത്. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ആക്സിയലിൽ 80ഉം അതുപോലെ തന്നെ അപ്പെൻഡിക്കുലാറിൽ 126 ബോൺസ് ആണുള്ളത്. ഇനി ഈ ആക്സിയലിനെ നമുക്ക് പിന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അല്ലെങ്കിൽ ആക്സിയലിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരുള്ളത്. സ്കള്ളുണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്, ബോൺസ് ഓഫ് ചെസ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബോൺസ് നമ്മുടെ ചെസ്റ്റിൽ കാണുന്ന നമ്മുടെ റിബ് കേജ് പോലെയുള്ള നമ്മുടെ ബോൺസ് ഓഫ് ചെസ്റ്റ്, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം, സ്കള്ള്. ഓക്കെ, ഇത്രയും പേര് എന്തിനകത്താണ് പെടുന്നത്? ആക്സിയൽ സ്കെൽട്ടലിനകത്താണ് പെടുന്നത്. ബാക്കിയുള്ള എല്ലാ ബോൺസും കൂടെ എവിടെയാണ് പോകുന്നത്? അപ്പെൻഡിക്കുലാറിലാണ് പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് പറഞ്ഞു നോക്കിയാൽ എൻ്റെ കൂടെ. സ്റ്റഡി ഓഫ് ബോൺസ് ഓസ്റ്റിയോളജി ആണ്. ബോൺസിന്റെ ഫോർമേഷൻ ഓസ്റ്റിയോജെനസിസ് ആണ് അല്ലെ? ബോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം ഫോസ്ഫറസ് വെച്ചിട്ടാണ് അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ഏറ്റവും ഹെവിയസ്റ്റ് ലോങ്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറഞ്ഞ ഫെമർ ആണ്, തൈസിലാണ് പുള്ളി ഉള്ളത് അല്ലെ? സ്മോളസ്റ്റ് ഏതാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റേറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഒരു കുഞ്ഞിൽ എത്ര ബോൺസ് ഉണ്ട്? 270 ഉണ്ട്. ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന്റെ കേസിലാണെങ്കിൽ 206 ബോൺസ് ആണുള്ളത്. നമ്മുടെ 206 ബോൺസിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? ആക്സിയൽ ആയിട്ടും അപ്പെൻഡിക്കുലാർ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ആക്സിയലിന്റെ കേസിൽ നമുക്ക് 80 ബോൺസ് ആണുള്ളത്. അപ്പെൻഡിക്കുലാറിന്റെ കേസിൽ 126 ബോൺസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി ആക്സിയൽ 80 ബോൺസ് ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ആക്സിയലിലെ സ്കള്ളിൽ നമുക്ക് എത്രയുണ്ട്? 22 ബോൺസ് ആണുള്ളത്. ഓക്കെ, സ്കള്ളിൽ എത്ര ബോൺസ് ആണുള്ളത്? 22 ബോൺസ് ആണ് നമുക്കുള്ളത് സ്കള്ളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ ഫേഷ്യൽ ബോൺസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയാ ഉള്ളത്? 14 എണ്ണമാണ് ഫേഷ്യൽ ബോൺസ് ഉള്ളത്. നിങ്ങൾ ഇവിടെ നോക്കിക്കോ, 14 ഫേഷ്യൽ ബോൺസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, നോക്കുന്ന സമയത്ത് നമ്മുടെ നേസൽ അല്ലെ? മൂക്കിന്റെ ഇവിടെ നേസൽ പാർട്ടിൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ലാക്രിമൽ അല്ലെ? ഈ സൈഡിൽ നോസിന്റെ ഈ സൈഡ് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലാക്രിമൽ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ലാക്രിമൽ എന്ന് പറഞ്ഞിട്ടൊരു ബോൺ ഉണ്ട്. ഓക്കെ, അത് 2 എണ്ണമാണ് ഉള്ളത് 2 സൈഡിലും അല്ലെ? പിന്നെ അതിന്റെ താഴെ നോക്കി ഇൻഫീരിയർ നേസൽ കോൺക എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂക്കിന്റെ ഈ താഴത്ത് ഇവിടെ ആയിട്ടൊരു ബോൺ ഉണ്ട്. ഓക്കെ, പിന്നെ അതും കഴിഞ്ഞ് നോക്കി നിങ്ങൾ മാക്സില അല്ലെ? നമ്മുടെ ഈ പോർഷനിൽ മാക്സില ഉണ്ട് നമുക്ക് 2 എണ്ണം. മാൻഡിബിൾ ഉണ്ട് അല്ലെ? നമുക്കറിയാം ജോയിന്റെ ഈ പോർഷനിലായിട്ട് മാൻഡിബിൾ ഉണ്ട്. ഓക്കെ, അത് ഒരെണ്ണമാണുള്ളത്. വോമർ ഉണ്ട്. ഓക്കെ, നടുവിൽ മൂക്കിന്റെ പാലത്തിന്റെ അവിടെ. ഓക്കെ, ഇനി നോക്കിയേ സൈഗോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണിന്റെ ഈ റീജിയണിലുണ്ട് അല്ലെ? ഇനി പാലന്റൈൻ എന്ന് പറഞ്ഞിട്ട് മൂക്കിന്റെ ഇവിടെയുണ്ട്. ഓക്കെ, അങ്ങനെ ഇത്രയും നമുക്ക് 14 ബോൺസ് ആണ് എവിടെയുള്ളത്? നമ്മുടെ മുഖത്ത് മാത്രം ഉള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മളിവിടെ ക്രേനിയൽ ബോൺസിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ ഓക്കെ, നമ്മുടെ ക്രേനിയൽ ബോൺസ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 8 എണ്ണമാണുള്ളത്. ഓക്കെ, നോക്കിയേ ഒസിപിറ്റൽ ഉണ്ട്. ഓക്കെ, ടെമ്പോറൽ ഉണ്ട്. ഓക്കെ, പാരന്റൽ ഉണ്ട്. ഓക്കെ, ഫ്രണ്ടൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എത്തിമോയിഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് മൊത്തം ക്രേനിയൽ ബോൺസ് എത്രയാണെന്ന് ചോദിച്ചാൽ 8 ക്രേനിയൽ ബോൺസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ചെവിയുടെ കേസിലാണെങ്കിൽ നമുക്ക് 6 എണ്ണമാണുള്ളത്. ഓക്കെ, ചെവിയിൽ എത്ര എണ്ണം ഉള്ളത്? 6 എണ്ണമാണ് ഉള്ളത്. ഇപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഓക്കെ, നോക്കുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾ സ്കള്ള് അല്ലെ? സ്കള്ള് മൊത്തം 22 എണ്ണം ഉണ്ട്. ഓക്കെ, അതായത് ഫേഷ്യൽ ബോൺസ് 14 എണ്ണം ഉണ്ട്. ക്രേനിയം അല്ലെങ്കിൽ ഫോർ ഹെഡിലാണെങ്കിൽ നമുക്ക് 8 എണ്ണമാണുള്ളത്. നമ്മൾ ക്രേനിയൽ ബോൺസ് പഠിച്ചു. ഓക്കെ, ഇനി ഹയോയിഡ് പറഞ്ഞിട്ടൊരു ബോൺ ഉണ്ട് കേട്ടോ.
ഹയോയിഡുമായിട്ടൊരു ബോൺ ഉണ്ട്. അത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് വരും. ഹയോയിഡ് ബോൺ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കുക കേട്ടോ. ഹയോയിഡ് പറഞ്ഞിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയായിട്ട് വരുന്ന ബോണിൻ്റെ പേരാണ് ഹയോയിഡ് ബോൺ എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ ഇയറിൽ അല്ലെ, ചെവിയിൽ നമുക്ക് 6 എണ്ണമാണുള്ളത്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ നമുക്ക് മൊത്തം ഏകദേശം ഈ റേഞ്ചിലാണ് വരുന്നത്. കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതല്ലാണ്ട് നോക്കുവാണെങ്കിൽ വെർട്ടിബ്രൽ കോളം അല്ലെ, വെർട്ടിബ്രൽ കോളത്തിൽ നമുക്ക് 26 എണ്ണാണുള്ളത്. ഓക്കെ, വെർട്ടിബ്രൽ കോളത്തിൽ എത്ര എണ്ണമാണ്? 26 എണ്ണാണുള്ളത്. 26 എണ്ണം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സെർവിക്കലായിട്ട് ഒരു 7 എണ്ണം ഉണ്ട്, തൊറാസിക് ആയിട്ട് ഒരു 12 എണ്ണം ഉണ്ട്, ലംബാർ 5 എണ്ണം ഉണ്ട്, സാക്രം ഒരെണ്ണം, ഓക്കെ, കോക്കിക്സ് ഒരെണ്ണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ദേ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ 5 എണ്ണം അല്ലെങ്കിൽ ഇവിടെ നോക്കണേ നിങ്ങൾ, ഇവിടെ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ബ്രാക്കറ്റിൽ 5ഉം അതുപോലെ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 4ഉം കാണുന്നത് എന്താ വെച്ചാൽ അത് ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ കൗണ്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെ ബോൺസ് വരുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ സെർവിക്കൽ ഒരു 7 എണ്ണം ഉണ്ട്, തൊറാസിക് ഒരു 12 എണ്ണം ഉണ്ട്, ലംബാർ ഉണ്ട്, അതുപോലെ സാക്രം എന്ന് പറയുന്നത് ശരിക്കും ഒരെണ്ണമായിട്ടാണ് കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 5 എണ്ണം ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കോക്കിക്സ് ഒരു 4 എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഒരെണ്ണം ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്കള്ളിൽ നമ്മൾ 22 എണ്ണം പഠിച്ചു, ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി വെർട്ടിബ്രൽ കോളത്തിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇനീഷ്യലി എങ്ങനെയാണ് 33 എണ്ണം ഉള്ളത് അല്ലെ. ഇനീഷ്യലി വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് 33 ബോൺസ് ആണുള്ളത്. പക്ഷെ ഡെവലപ്മെന്റിന് ശേഷം അല്ലെ, നമ്മുടെ ഡെവലപ്മെന്റിന് ശേഷം അത് എത്രയേ ഉള്ളൂ? 26 എണ്ണമായിട്ട് റെഡ്യൂസ് ചെയ്യും അല്ലെ. നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ അപ്രൈറ്റ് പൊസിഷൻ ഓഫ് ദ ബോഡി അല്ലെ, നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ അപ്രൈറ്റ് പൊസിഷൻ നമുക്ക് തരുന്നത് ആരാണ്? നമ്മുടെ വെർട്ടിബ്രൽ കോളം ആണ് അല്ലെ. പ്രൊട്ടക്ടിങ് സ്പൈനൽ കോഡ് അല്ലെ, നമുക്ക് അറിയാം സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റുക എന്ന് പറഞ്ഞാൽ പാരലൈസ് ആയി പോകും അല്ലെ. അപ്പൊ ആ സ്പൈനൽ കോഡിനെ അത്രയും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? അതും വെർട്ടിബ്രൽ കോളം ആണ്. ഓക്കെ, ഹോൾഡ്സ് ദ ഹെഡ് അല്ലെ, നമ്മുടെ ഹെഡിനെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദ ഹെഡ് ആൻഡ് ബോഡി അല്ലെ, നമ്മുടെ ഹെഡിനും ബോഡിക്കും ഒക്കെ ഉള്ള ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ ആര് തരുന്നുണ്ട്? എല്ലാം നമ്മുടെ വെർട്ടിബ്രൽ കോളം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? വെർട്ടിബ്രൽ കോളത്തിനെ കുറിച്ചാണ്. കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി അടുത്ത നോക്കിയ ബോൺസ് ഓഫ് ചെസ്റ്റ് അല്ലെ, ചെസ്റ്റിനകത്ത് ഉള്ള കേസിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം റിബ്സ് അല്ലെ, നമുക്ക് 24 എണ്ണാണുള്ളത്. 12 പ്രയർ ആയിട്ട് നമുക്ക് 24 എണ്ണാണുള്ളത്. അതുപോലെ തന്നെ എന്തുണ്ട്? സ്റ്റേർണം ഉണ്ട്. ഓക്കെ, സ്റ്റേർണം നോക്കിയടാ ഇവിടെ നിന്ന് ഇതുവരെ. ഓക്കെ, സ്റ്റേർണം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റേർണം ഒരെണ്ണേ ഉള്ളൂ, അല്ലെ നിങ്ങൾ ഇവിടെ നോക്കിയാലും മതി. ഇതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് കാണാം അല്ലേ. സോറി, സ്റ്റേർണം നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ നോക്കാം. നോക്കിയടാ, ഈ പുള്ളീനെയാണ് സ്റ്റേർണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പുള്ളീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേർണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫുൾ ഫിഗറിൽ നമ്മൾ നോക്കുവാണെങ്കിലോ, നോക്കിയോ, ഇവിടം തൊട്ട് ഇവിടം വരെ ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേർണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരെണ്ണമാണ് ഇത് സ്റ്റേർണം എന്ന് പറയുന്നത്. ബാക്കി ആരുണ്ട്? ബാക്കി 24 പേർ അല്ല, സോറി 24 പേരല്ല, 12 പേരായിട്ട് 24 എണ്ണം എന്നുള്ള പറയുന്നത് നമ്മുടെ റിബ് കേജ്. ഓക്കെ, അല്ലെങ്കിൽ റിബ്സ്. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് റിബ്സിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മൊത്തം എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞാൽ? 24 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രൂ റിബ്സും ഉണ്ട്, ഫോൾസ് റിബ്സും ഉണ്ട്. ഓക്കെ, ട്രൂ റിബ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡയറക്റ്റ് സ്റ്റേർണോ ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ആരും ഇടയിൽ കയറുന്നില്ല. ഓക്കെ, എങ്ങനെയാണ്? ഡയറക്റ്റ് റിബ്സും സ്റ്റേർണവും തമ്മിലുള്ള കണക്ഷനാണ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരും വരുന്നില്ല. ഓക്കെ, പക്ഷേ അതേ സമയത്ത് ഫോൾസ് റിബ്സ് ആണെങ്കിലോ, ഈ ഫോൾസ് റിബ്സും സ്റ്റേർണും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ഓക്കെ, ഇടയിൽ ആരെ കൊണ്ടുവരും? ട്രൂ റിബ്സിനെ കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഇത് ഈ ഏരിയ നോക്കിക്കോ, നന്നായിട്ട് നോക്കിക്കോ. ഇവിടെ ഓക്കെ, ഇതുവരെ എങ്ങനെയാണ്? ഡയറക്റ്റ് കണക്ഷൻ ആണ് അല്ലെ. എങ്ങനെയാണ്? നമ്മുടെ റിബ്സും സ്റ്റേർണും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ആണ് അല്ലെ. ഈ 6 വരെ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് ഡയറക്റ്റ് കണക്ഷൻ, ഒരു വ്യത്യാസവും ഇല്ല അല്ലെ. പക്ഷേ ഈ താഴത്തോട്ട് നോക്കിയേ, താഴത്തോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ്? ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഇല്ല, ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. എന്ത് ചെയ്യാണ്? ഒന്നിച്ച് ഫ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? സ്റ്റേർണത്തിലോട്ട് കണക്ട് ആവുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? ട്രൂ റിബ്സ് ആയിട്ടും ഫോൾസ് റിബ്സ് ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്, സ്റ്റേർണം പഠിച്ചു നമ്മൾ. ഓക്കെ, യെസ്, മനസ്സിലായില്ലേ? ഇതിനകത്താണ് സൂക്ഷിച്ച് ആരെ വെച്ചേക്കുന്നത്? നമ്മുടെ ലങ്സിനെയും നമ്മുടെ അതുപോലെ ഹാർട്ടിനെയും ഒക്കെ നല്ല സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റേർണമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് പുള്ളി പ്രൊട്ടക്ട് ചെയ്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ സ്റ്റേർണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു അറ്റാക്ക് വരുന്ന സമയത്തും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്? സ്റ്റേർണും ബാക്കി പറയുന്നത് നമ്മുടെ റിബ്സും.
ഓക്കെ, അപ്പൊ നമ്മൾ റിബ്സിൽ മൊത്തം എത്ര ഉണ്ട്? 25 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ ആക്സിൽ പഠിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ ഇവിടെ സ്കള് 22 എണ്ണം അല്ലേടാ, സ്കള് 22 എണ്ണം പഠിച്ചു, വെർട്ടിബ്രൽ കോളം 26 എണ്ണം പഠിച്ചു അല്ലേ. പിന്നെ ഏതാ പഠിച്ചത്? ബോൺ ഓഫ് ചെസ്റ്റ് 25 എണ്ണം പഠിച്ചു. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിക്കോ, ഓക്കെ, അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ ആണ്. 126 ബോൺസ് ആണ് ഇവിടെ വരുന്നത്, അപ്പൻഡിക്കുലാർ സ്കെൽട്ടണിൽ വരുന്നത്. ഓക്കെ, 126 ബോൺസിൽ ഷോൾഡർ നോക്കിക്കോ, ഷോൾഡറിൽ 4 ബോൺസ് ആണുള്ളത്. ഓക്കെ, ഷോൾഡറിൽ എത്രയാണ്? 4 ബോൺസ് ആണുള്ളത്. അതുപോലെ തന്നെ സ്കാപ്പുലയുണ്ട്, ക്ലാവിക്കിളും ഉണ്ട്. ഓക്കെ, നോക്കിയടാ, ദേ ഇതാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഈ ഷോൾഡർ ബോണിനെ, ഓക്കെ, ഈ ഹെമുറസ് എന്ന് പറയുന്ന ഈ ഹെമുറസിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബ്രസ്റ്റ് ബോണിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളാണ് ആര്? ക്ലാവിക്കൽ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് താഴെ നമുക്ക് സ്റ്റാപ്പുലയുണ്ട്. ഓക്കെ, അപ്പൊ ഈ മേളിൽ കാണുന്ന ക്ലാവിക്കിൾ ഇവിടെ കാണുന്ന നമ്മുടെ റിപ്കേജ് ആണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിപ്കേജ് ആണിത്. ഓക്കെ, റിപ്കേജിന്റെ മുകളിൽ ഈ പോർഷനിലായിട്ട് ക്ലാവിക്കിൾ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റാപ്പുലയുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ഹെമുറസ് കയ്യിലോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും പേര് എവിടെ വരുന്നുണ്ട്? ഷോൾഡറിന്റെ പോർഷനിൽ വരുന്നുണ്ട്. ഇനി ആം ബോൺസിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ അപ്പർ ബോണിൽ ദേ ഹെമുറസ് അല്ലെ, ഈ താഴത്തോട്ട് വരുന്ന ഹെമുറസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ദേ ഹെമുറസ് ഉണ്ട്. അപ്പോൾ ക്ലാവിക്കിൾ ഉണ്ട്, സ്കാപ്പുല ഉണ്ട് അല്ലടാ, ഹെമുറസ് ഉണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ആരുണ്ട് നോക്കിയേ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? ക്ലാവിക്കല്, സ്കാപ്പുല, അത് കഴിഞ്ഞ് ഹെമുറസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ആം ബോൺസ് ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഹെമുറസ് തൊട്ട് ഉൾനയുണ്ട്, റേഡിയസ് ഉണ്ട്, കാർപ്പൽസ് ഉണ്ട്, മെറ്റാകാർപ്പൽസ് ഉണ്ട്, ഫലാജൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നോക്കിയോ, അപ്പർ ആമില് ഹെമുറസ് അല്ലെ, ഹെമുറസ് ഉണ്ട് 2 എണ്ണം അല്ലെ, 2 എണ്ണം ഉണ്ട്. ഇനി 4 ആമിലാണെങ്കിലോ റേഡിയസും ഉൾനയും അല്ലെ. നോക്കിയടാ, റേഡിയസും ഉൾനയും, റേഡിയസ് ഉൾനയും നമുക്ക് എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 4 എണ്ണം വെച്ചിട്ടുണ്ട്. റിസ്റ്റിലോട്ട് വരികയാണെങ്കിൽ അല്ലെ, കയ്യിലോട്ട് വരികയാണെങ്കിൽ ആരൊക്കെ ഉണ്ട് നോക്കിയാൽ നിങ്ങൾ? കാർപ്പൽസ് ഉണ്ട് അല്ലെ. ആരുണ്ട്? കാർപ്പൽസ് ഉണ്ട്. ഇവിടെ നോക്കിക്കോ, ഇതിൽ നോക്കിക്കോ, ഈ ഫിഗർ ആണ് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദേ കാർപ്പൽസ്. ഓക്കെ, കാർപ്പൽസ് ഉണ്ട്. അതിനുശേഷം മെറ്റാകാർപ്പൽസ് ഉണ്ട്. ഈ ഏരിയ ആണ് മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത്. ഈ മഞ്ഞ കളർ കാണുന്ന ഈ ഏരിയ, മഞ്ഞ കാണുന്നില്ലെങ്കിൽ ദേ ഈ ഏരിയ കേട്ടോ, ഈ ഏരിയ ആണ് മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? പ്രോക്സിമൽ ഫലാഞ്ചസ് ഉണ്ട്. ഓക്കെ, അതിന്റെ തൊട്ട് മേളിലുള്ള ഈ ഇടയിലുള്ള ഈ ഏരിയ കേട്ടോ, ഇടയിലുള്ള ഈ ഏരിയ ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് ഫലാഞ്ചസ് ഉണ്ട് അതിന്റെ തൊട്ട് മേളിലായിട്ട്. ഓക്കെ, പിന്നെ ആരുണ്ട്? ഡിസ്റ്റൽ ഫലാഞ്ചസ് ഉണ്ട്, നമ്മുടെ ഏറ്റവും മുകളിലത്തെ പോർഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എവിടെ ഉള്ളത്? നമ്മുടെ നമ്മുടെ ആം ബോൺസിലുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറയാം, അപ്പർ ആമിൽ ഹെമുറസ് ഉണ്ട് 2 എണ്ണമാണുള്ളത് അല്ലെ. പിന്നെ 4 ആമിൽ ഏതൊക്കെയുണ്ട്? റേഡിയസ് ഉൾനയുണ്ട് 4 എണ്ണം. റിസ്റ്റിലാണെങ്കിൽ കാർപ്പൽസ് 16 എണ്ണം ഉണ്ട്. പാമിലാണെങ്കിൽ നമുക്കറിയാം മെറ്റാകാർപ്പൽസ് ഉണ്ട് അല്ലെ. പാമിൽ നമ്മളിവിടെ തൊട്ട് നോക്കുമ്പോൾ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, മെറ്റാകാർപ്പൽസ് ഉണ്ട്. ഫിംഗേഴ്സിൽ ഫലാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഫലാഞ്ചസ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഫലാഞ്ചസ്. ഓക്കെ, എല്ലാ സാധനങ്ങളും കൂടെ നമുക്ക് ഫലാഞ്ചസ് എന്ന് പഠിക്കാം. അപ്പൊ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്, ആം ബോൺസിലുള്ളത്. ഓക്കെ, ആം ബോൺസ് ആണ് കേട്ടോ നമ്മൾ പഠിച്ചേ. നോയിക്കോ, ക്ലാവിക്കല്, സ്കാപ്പുല പഠിച്ചു. ഓക്കെ, ഇനി നേരെ താഴത്തോട്ട് ആരുണ്ട്? ആം ബോൺസിൽ ഹെമുറസ്. ആദ്യം ഈ പോർഷൻ ഹെമുറസ് വന്നു അല്ലെ. എന്നിട്ട് തൊട്ട് താഴെ അല്ലെ, തൊട്ട് താഴെ 2 പേരാണ് ഇവിടെ ഉള്ളത്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ 2 പേരുണ്ട് അല്ലെ, 2 പേരുണ്ട്. 2 പേര് ആരൊക്കെയാ? ഉൾനയുണ്ട്, റേഡിയസ് ഉണ്ട് അല്ലെ. അതിന് തൊട്ട് താഴെ കയ്യിലോട്ട് വരുമ്പോ നോക്കിക്കോടാ, പാമിൽ അല്ലേ കാർപ്പിൾസ് ഉണ്ട് അല്ലെ. നോക്കിയേ, ഇവിടെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാർപ്പിൾസ് ഉണ്ട്, അത് കഴിഞ്ഞ് പാമ്പിൽ മെറ്റാകാർപ്പിൾസ്, അതുപോലെ തന്നെ ഫലാഞ്ചസ് ഉണ്ട് ഫിംഗേഴ്സിൽ. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, എത്ര എണ്ണം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി ബോൺസ് ഇൻ 1 ഹാൻഡ് എത്രയാണ്? 27 എണ്ണമാണ് കേട്ടോ. ഒരു കയ്യിൽ നമുക്ക് എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 27 ബോൺസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? നമുക്ക് ഹിപ്പ് ജോയിന്റ് അല്ലെ. ഹിപ്പ് ബോൺസിന്റെ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് പെൽവിക് ഗ്രിഡിൽ ഉണ്ട്. ഓക്കെ, പെൽവിക് ഗ്രിഡിൽ നോക്കിക്കോ, ദേ ഇവിടെ. ഓക്കെ, പെൽവിക് ഗ്രിഡിൽ ഉണ്ട് അല്ലെ, നമ്മുടെ ഹിപ്പ് മൂവ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പെൽവിക് ഗ്രിഡിൽ ഉണ്ട്. അതുപോലെ തന്നെ അസെറ്റാബുലം ഇവിടെ കണ്ടോടാ, നമ്മുടെ പെൽവിക് ഗ്രിഡിലിന്റെ ആ ഒരു ഏരിയയിൽ അസെറ്റാബുലം ഉണ്ട്. ഈ അസെറ്റാബുലം ആണ് എന്ത് ചെയ്യുന്നത് നോക്കിക്കോ, ദേ കണ്ടോ, പെൽവിക് ഗ്രിഡിലിന്റെ ആ ഒരു റീജിയണിൽ അസെറ്റാബുലം ഉണ്ട്. നമുക്ക് അസെറ്റാബുലം എന്ത് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ കാലൊക്കെ നമുക്ക് നന്നായിട്ട് അകത്തി വെക്കാനും മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന അസെറ്റാബുലം ആണ് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്കണേ. കാലൊക്കെ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അകത്തി വെക്കാനോ നീക്കി വെക്കാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അസെറ്റാബുലം ആണ്. ഓക്കെ, ഇനി ലഗ് ബോൺസിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ തൈ അല്ലെ, നമ്മുടെ തൈസ് അല്ലെങ്കിൽ തൈസിലുള്ള ബോണാണ് ഇത് ഫെമർ അല്ലെ. കാലിലോട്ട് വരുവാണെങ്കിൽ ഫെമർ ഉണ്ട് അല്ലെ. അത് കഴിഞ്ഞ് നീയിലോട്ട് വരികയാണെങ്കിൽ എന്തുണ്ട്? പെറ്റേല ഉണ്ട് അല്ലെ, നമ്മുടെ നീ ബോൺ അല്ലെ, നമ്മൾ ചിരട്ട അല്ലെ. ഇനി ഷാങ്ക് ഉണ്ട് അല്ലെ. ഷാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടിബിയ അല്ല ഫിബുല. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ടിബിയ ഉണ്ട്, ഫെബുല ഉണ്ട്. ഓക്കെ, 2 പേരുണ്ട്. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, ഇതാണ് കാല്.
തൈസിൽ വരുന്ന ഫെമർ ഉണ്ട്, മുട്ടിന്റെ ആ ചിരട്ടയുടെ ഏരിയയിൽ വരുന്ന പറ്റേലയുണ്ട് അല്ലെ. അത് കഴിഞ്ഞ് താഴെ 2 ഉണ്ട്, ഏതാണ്, ടിബിയ ഉണ്ട്, ഫിബുല ഉണ്ട്. ഓക്കെ, കിട്ടിയോ, മനസ്സിലായോ? യെസ്, കിട്ടി അല്ലെ. ഇനി സോളും ടോൾസും ടോസും അതുപോലെ തന്നെ സോളിന്റെ കേസിൽ വരികയാണെങ്കിൽ സോളിൽ നമുക്ക് മെറ്റാടാർസൽ ഉണ്ട്, ടോസ് ഫലാഞ്ചസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്പർ കൂടെ നോക്കിയേക്കണം, ഞാൻ പറയുമ്പോൾ നമ്പർ പറയുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ നോക്കാം നമുക്ക്. ലഗ് അല്ലെ, നമ്മൾ ലഗ് ബോൺസിലോട്ട് വരുമ്പോൾ ഫെമർ കിട്ടി, പെറ്റല്ല മുട്ടിന്റെ ചിരട്ട കിട്ടി അല്ലെ, 2 അത് കഴിഞ്ഞ് കാലിന്റെ ആ ഒരു താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ടിബിയ ഉണ്ട്, ഫെബുല ഉണ്ട് അല്ലെ. ഇനി കാലിലോട്ട് വരുമ്പോൾ നമുക്ക് ടാർസൽസ് ഉണ്ട് അല്ലെ, ഫലാഞ്ചസ് ഉണ്ട്. ഓക്കെ, കിട്ടിയില്ലേ, മനസ്സിലായോ? ഫിംഗേഴ്സിൽ വരുന്നതാണ് ഫലാഞ്ചസ് കേട്ടോ. ഓക്കെ, നമ്മൾ ഫലാഞ്ചസ് ഓൾറെഡി മറ്റേ കയ്യിലെ ഫിംഗേഴ്സിൽ പഠിച്ച പോലെ തന്നെ കാലിന്റെ കേസിലും വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. തൈ ഫെമറിൽ നമുക്കറിയാം 2 ഉള്ളത്. ഓക്കെ, 2 കാലിലും കൂടെ. ഓക്കെ, നീല് കേസിൽ വരികയാണെങ്കിൽ പറ്റേലുണ്ട് 2 അല്ലെ. ഷാങ്ക് നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആംഗിൾ. ഓക്കെ, സോള്, ടോസ്. ഓക്കെ, അപ്പൊ ഇത്രയും പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ, ഫെമർ 2, പറ്റേല 2, ടിബിയ, ഫിബുല 4 വെച്ച് അല്ലെ. ഈ കാലിൽ 2, ആ കാലിൽ 2, ടാർസൽസ് അല്ലെ. അവിടെ നമ്മൾ കാലിന്റെ സൈഡിൽ വരുമ്പോൾ ടാർസൽസ് 14 ഉള്ളത്, മെറ്റാ ടാർസൽസ് 10 ഉള്ളത്, കാലിൽ വരുന്നത് ഫലാഞ്ചസ് 28 ഉള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഈ നമ്പർ ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇങ്ങനെ വരാറില്ല. ഓരോന്ന് എവിടെ കാണുന്നു, എത്രയൊക്കെയാണ് നമ്പേഴ്സ്, അതൊന്നും ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അപ്പൻഡിക്കുലാർ സ്കെൽട്ടന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ലോക്കമോഷൻ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഓർഗൻസ്. ഓക്കെ, 2 ഉണ്ട്. ചിലത് പ്രൊട്ടക്ട് ചെയ്യുന്നു, അതേപോലെ ചിലത് എന്ത് ചെയ്യുന്നു, ലോക്കമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ഇമ്മൂവബിൾ ജോയിൻസ് എന്ന് അറിയപ്പെടുന്നത് ബോൺ ഓഫ് സ്കള്ളാണ് അല്ലെ. സ്കള്ളിലെ ബോൺ നമുക്ക് നീക്കാനും മാറ്റാനൊക്കെ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്മൂവബിൾ ബോൺസ് എന്ന് പറയുന്ന ബോൺ ഓഫ് സ്കള്ളാണ്. സ്ലൈറ്റ്ലി മൂവബിൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്യൂബിക് ആണ് കേട്ടോ. നമ്മുടെ പെൽവിക്കിന്റെ അവിടെ കാണുന്നതാണ് ഇത് പ്യൂബിക്. അതായത് ചൈൽഡ് ബേർത്തിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്യൂബിക്. പിന്നെ വരുന്നത് ഏതാണ്, ഹിഞ്ച്. ഓക്കെ, ഹിഞ്ച് ജോയിന്റ് ആയിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ആംഗിൾ, നീ, എൽബോ അല്ലെ. എവിടെയൊക്കെ കാണുന്ന ഏതാണ്, ഹിഞ്ച് ജോയിന്റ് ആണ്. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് നമുക്കറിയാം, നമ്മുടെ ഷോൾഡർ അല്ലെങ്കിൽ ഹിപ്പിൽ കാണുന്ന ഏതാണ്, ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും അല്ലെ. പിന്നെ പിവറ്റ് അല്ലെ, പിവറ്റ് നമുക്കറിയാം റേഡിയസ് ആൻഡ് ഹെമുറസ്. അതുപോലെ നെക്കിൽ, ഹെഡിലൊക്കെ എന്ത് കാണുന്നുണ്ട്, പിവറ്റ് കാണുന്നുണ്ട്. സാഡിൽ അല്ലെ, സാഡിൽ പോലെ കാണുന്നത് അല്ലെ, സാഡിൽ പോലെ എവിടെയാണ് കാണുന്നത്, മെറ്റാകാർപ്പലിലും കാർപ്പലിലും ആണ് കാണുന്നത്. ഗ്ലൈഡിങ് ഏതാണ്, നമ്മുടെ വെർട്ടിബ്ര, അതുപോലെ കാർപ്പൽസ്, റേഡിയോ, ഉൾനയിലൊക്കെ കാണുന്നത് ഏതാണ്, ഗ്ലൈഡിങ് ആണ്. ഓക്കെ, അപ്പൊ ഈ ജോയിൻസ് ഏതാണ്, അതിന്റെ ലൊക്കേഷൻ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയത് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കി എവിടെയാണ് ഏതൊക്കെയാണ് കാണുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ആർത്രൈറ്റിസ് നമുക്കറിയാലോ. ആർത്രൈറ്റിസ് എന്താണ്, നമ്മുടെ ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെ, വീക്കത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കാം. ഇനി എന്താ നോക്കിയത് നിങ്ങൾ, നമ്മുടെ ഹ്യൂമറസ് അല്ലെ. ഹ്യൂമറസ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെക്ടോറൽ ഗ്രിഡിൽ ജോയിൻഡ് വിത്ത് ഫോർലിംബ് അല്ലെ. ഫോർലിംബുമായിട്ട് നമ്മുടെ പെക്ടോറൽ ഗ്രിഡിലിനെ ജോയിൻ ചെയ്യുന്നതാണ് ഇത് ഹെമുറസ് എന്ന് പറയുന്നത്. ഫിമർ എന്ന് പറയുന്നത് പെൽവിക് ഗ്രിഡിൽ ജോയിൻഡ് വിത്ത് ഹിൻഡ് അല്ലെ. ഹിൻഡ് നമ്മുടെ കാല് വരുന്ന ഹിൻഡ് അല്ലെങ്കിൽ ഹൈൻഡ് ലിംബുമായിട്ട് നമ്മുടെ പെൽവിക് ഗ്രിഡിലിനെ ജോയിൻ ചെയ്യുന്ന ആളാണ് ആര്, ഫെമർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ എന്താണ്, ടെൻഡൻസ് അല്ലെ. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ മസിൽസ് ടു ബോൺസ് അല്ലെ. മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ആര്, ടെൻഡൻസ് എന്ന് പറയുന്നത്. ലിഗമെന്റ്സ് ആണെങ്കിലോ ബോൺസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏത്, ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഡൻസ് ഏതാണ്, മസിൽസ് ടു ബോൺസ് ആണ്. അതുപോലെ തന്നെ ലിഗമെന്റ്സ് ഏതാണ്, ബോൺസ് ടു ബോൺസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനി ബോൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കെൽറ്റൽ സിസ്റ്റമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന നമ്മുടെ അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. ഓക്കെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്. നമ്മുടെ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. ഓസ്റ്റിയോപോറസിസ് അല്ലെ. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണാണ് കേട്ടോ. ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ബോൺ ഡെൻസിറ്റി ആൻഡ് സ്ട്രെങ്ത് അല്ലെ. നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഒക്കെ നശിച്ചു പോകുന്നതാണ് ഓസ്റ്റിയോപോറസിസ്. ഓസ്റ്റിയോപെട്രോസിസും ഉണ്ട് കേട്ടോ. ഓസ്റ്റിയോപെട്രോസിസും ഉണ്ട്. അപ്പോൾ ഓസ്റ്റിയോ ആണെങ്കിൽ എന്തായിട്ട് റിലേറ്റഡ് ആണ്, ജോയിന്റുമായിട്ട് അല്ലെങ്കിൽ ബോൺസ്, ജോയിന്റ് അല്ല ബോൺസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഓസ്റ്റിയോ കണ്ടാൽ എന്താണ്, ബോൺസുമായിട്ട് റിലേറ്റഡ് ആണ്, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി ജോയിന്റ് ഫ്ലൂയിഡ് അല്ലെ, നമ്മുടെ ജോയിന്റ്സിൽ കാണുന്ന അല്ലെങ്കിൽ 2 ബോൺസിൽ കാണുന്ന അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡിന്റെ പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് അല്ലേ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ജോയിന്റ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ 2 ബോൺസ് അല്ലെ. 2 ബോൺസിന്റെ ഇടയിൽ കാണുന്നതാണ് ഏത്, സൈനോവിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.